പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സന്ത് രവിദാസിനെ കുറിച്ചാണ്. ദേവലോ രവിദാസശ്ച കബീറോ ഗുരുനാനക. സന്ത് രവിദാസ് പ്രസിദ്ധ തീർത്ഥ നഗരിയായ കാശിയിൽ 1398 സന്ത് രവിദാസിന്റെ ജന്മം. ചെറുപ്പം മുതലേ അനാചാരങ്ങളെ ചെറുത്തിരുന്ന രവിദാസ് തൻ്റെ കുലത്തൊഴിലായ ചെരുപ്പ് നിർമ്മാണം വിദഗ്ധമായി ചെയ്തിരുന്നു. മീരാഭായ് തൻ്റെ ഗുരുവായി കരുതിയത് സന്ത് രവിദാസിനെയാണ്. അക്കാലത്ത് പ്രസിദ്ധ സിദ്ധപുരുഷന്മാരെയാണ് സന്ത് എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ജാതി വ്യവസ്ഥയിൽ താണജാതിക്കാരനായ ചമാർ വിഭാഗക്കാരനായിരുന്നു. എങ്കിലും വിദ്വാനും പരമഭക്തനുമായിരുന്ന രവിദാസിനെ പറ്റി സന്തുക്കളിൽ മഹാൻ രവിദാസ് എന്നാണ് പറയപ്പെടാറ്. പ്രസിദ്ധ വൈഷ്ണവാചാര്യൻ രാമാനന്ദ സരസ്വതിയുടെ 12 പ്രമുഖ ശിഷ്യന്മാരിൽ കബീർദാസും രവിദാസും പെടുന്നു. പ്രസിദ്ധ യോഗി ഗുരു ഗോരഖ്നാഥും അദ്ദേഹത്തിനു ദീക്ഷ നൽകിയതായി പറയപ്പെടുന്നു. സന്ത് രവിദാസ് മുസ്ലിങ്ങളെ ഹിന്ദുക്കളാക്കുന്നു എന്ന പരാതി കേട്ട് സിക്കന്ദർ ലോധി കാശിയിലെത്തി. മതം മാറി മുസ്ലിമാകാൻ ഭീഷണിപ്പെടുത്തിയ ലോധിയോട് രവിദാസ് പറഞ്ഞു, ഞാൻ വിവരമില്ലാത്ത ഒരു കുട്ടിയല്ല, പേടിപ്പെടുത്തി മതം മാറ്റാൻ. രവിദാസ് പലപ്പോഴും ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോയിരുന്ന ചെരുപ്പുകൾ പാവങ്ങൾക്കും സന്യാസിമാർക്കും വെറുതെ കൊടുക്കുകയാണ് പതിവ്. നിത്യദാരിദ്ര്യം കണ്ടൊരു മഹാത്മാവ് രവിദാസിന് ഒരു ചിന്താമണി, ഇരുമ്പ് സ്പർശം കൊണ്ട് സ്വർണമാകുന്ന അത്ഭുത രത്നം, ആ ചിന്താമണി കൊടുത്തു. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആ മഹാത്മാവ് കണ്ടത് പണ്ടത്തെക്കാളും ദരിദ്രനായ രവിദാസിനെയാണ്. ചിന്താമണി അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിൽ സുരക്ഷിതമായി ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചില്ലേ എന്ന് ചോദിച്ച മഹാത്മാവിനോട് രവിദാസ് പറഞ്ഞു, എൻ്റെ ഇരുമ്പിൻ്റെ കുറ്റി ചെരുപ്പ് കുത്താനെങ്കിലും കൊള്ളാം, ഈ സ്വർണം എന്തിനു പറ്റും എന്നാണ്. ഒരിക്കൽ ഗംഗാസ്നാനം ചെയ്യാൻ പോവുകയായിരുന്ന ഒരാൾ രവിദാസിനെയും വിളിച്ചു. തനിക്ക് ചെരുപ്പ് നന്നാക്കി കൊടുക്കാനുണ്ടെന്നും തനിക്ക് വേണ്ടി ഈ അടയ്ക്ക ഗംഗയിലേക്ക് ഇടണമെന്നും പറഞ്ഞ് രവിദാസ് ഒരടക്ക തീർത്ഥാടകന് നൽകി. സ്നാനം ചെയ്ത് അടയ്ക്ക ഗംഗയിൽ എറിഞ്ഞപ്പോൾ ഒരു കൈ പൊങ്ങി വന്ന് അത് സ്വീകരിക്കുകയും പകരമായി ഒരു സ്വർണവള കൊടുക്കുകയും ചെയ്തു. സ്വാർത്ഥത മൂലം മനസ്സുമലിനമായ തീർത്ഥാടകൻ തിരിച്ചു ചെന്ന് അടയ്ക്ക ഗംഗയിലിട്ട കാര്യം മാത്രം പറഞ്ഞപ്പോൾ സന്ത് രവിദാസ് തൻ്റെ മുന്നിലെ കിണ്ണത്തിൽ കിടക്കുന്ന വള അയാൾക്ക് കാട്ടിക്കൊടുത്തു. ലജ്ജിച്ചുപോയ അയാൾ തൻ്റെ കയ്യിലുള്ള വള രവിദാസിനെ ഏൽപ്പിച്ചു. ഈ സംഭവമാണ് മനസ്സ് നന്നെങ്കിൽ കിണ്ണത്തിലും ഗംഗ എന്നർത്ഥം വരുന്ന പ്രസിദ്ധമായ ഹിന്ദി ചൊല്ലിന് കാരണമായത്. സന്ത് രവിദാസ് നിരവധി പദങ്ങൾ രചിച്ചിട്ടുണ്ട്. അവ രവിദാസ് കി വാണി എന്ന പുസ്തകത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. നാരദ ഭക്തി സ്തോത്രം അദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 40 പദങ്ങൾ ഗുരുഗ്രന്ഥ സാഹിബിലുണ്ട്. ഈ മഹാത്മാവ് 120-ാം വയസ്സിൽ മഹാസമാധി പ്രാപിച്ചു. ഇന്ന് രവിദാസ് സമ്പ്രദായക്കാരായി കോടിക്കണക്കിന് ഭക്തന്മാരുണ്ട്. ആ മഹാത്മാവായ സന്ത് രവിദാസിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.